അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഒഴുക്കില്ലാത്തതും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ ചാടുന്നതും മുങ്ങുന്നതും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യുമ്പോൾ വെള്ളം മൂക്കിനുള്ളിലേക്ക് പോകാതെ സൂക്ഷിക്കണം. നീന്തൽ കുളങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, സ്പാകൾ എന്നിവ വെള്ളം ക്ലോറിനേഷൻ ചെയ്ത് ശരിയായ രീതിയിൽ പരിപാലിക്കണമെന്നും നിർദ്ദേശം. സാന്ത്വന സാജു വിവരങ്ങളുമായി ചേരുകയാണ്. സാന്ത്വന, എന്താണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണോ? എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ആര്യ, ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം അത് ചൂട് കൂടിയ സമയത്താണ് സാധാരണമായി കൂടുതലായി ആളുകളിലേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ വലിയ ഒരു ചൂടിലൂടെയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലിനമായ ജലത്തിൽ നിന്നാണ് ഈ രോഗം ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഈ തോട്ടിലും ആറ്റിലും കുളത്തിലും ഒക്കെ പോയി കുളിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ പുറത്ത് പോയി കുളിക്കുകയോ മുങ്ങി കുളിക്കുകയോ നീന്തി കുളിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മൂക്കിലേക്ക് നേരിട്ട് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മലിനമായ ജലം ഉപയോഗിക്കാതിരിക്കുക, പ്രത്യേകിച്ച് മുഖം കഴുകാനോ കുളിക്കാനോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ എല്ലാ വീടുകളിലും ഒന്നും ക്ലോറിനേഷൻ ചെയ്ത വെള്ളമായിരിക്കില്ല വരുന്നത്. അങ്ങനെ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമല്ല എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് മൂക്കിലേക്ക് ഒഴിക്കാതിരിക്കുക. മൂക്കിൽ ഒഴിക്കേണ്ട എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് ചൂടാക്കിയ ശേഷം അത് തണുത്ത ശേഷം ഒഴിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ തീം പാർക്കുകളിലും സ്പാകളിലും അടക്കം കൃത്യമായി ക്ലോറിനേഷൻ ചെയ്ത് മാത്രം വെള്ളം ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. കൃത്യമായ ഇടങ്ങൾ, പ്രത്യേകിച്ച് പൊതുവിടങ്ങളിലൊക്കെ തന്നെയും ജ്യൂസും മറ്റുമൊക്കെ വിൽപ്പനയ്ക്ക് അടക്കം ഉപയോഗിക്കുന്ന വെള്ളം അത് ക്ലോറിനേഷൻ ചെയ്ത നല്ല വെള്ളമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കർശനമായ രീതിയിൽ തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കാൻ കാരണമാകുന്ന അമീബകൾ, ഈ രോഗാണുക്കൾ അത് പ്രത്യേകിച്ച് ഈ കുളത്തിലും തോട്ടിലുമൊക്കെ കൂടുതലായി വളരുന്നത് ചൂട് കൂടിയ സമയത്താണ്. അപ്പോൾ ഇങ്ങനെ ഈ സമയം അത് ചൂട് കൂടിയ സമയമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല ആര്യ, ഈ മാസം മാത്രം 21 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നത്. അതിൽ 2 പേരുടെ മരണവും നിലവിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി 2026 ഈ ഒരു വർഷത്തെ ഏതാണ്ടൊരു 3.5 മാസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 98 പേർക്കാണ് ഇതിനോടകം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നത്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന രോഗമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത്രയധികം ആളുകൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇതുവരെ 2026 മാത്രം 16 പേരുടെ മരണവും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആര്യ. ഓക്കെ, സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തെയും കരുതണമെന്നാണ് മുന്നറിയിപ്പ്.